ഈ വണ്ടി ഇങ്ങനെ പോകുന്നതിൻ്റെ സൗണ്ട് കാരണം ഞാൻ പറഞ്ഞതുമെല്ലാം കേൾക്കുന്നുണ്ടോ? ഇത്ര നേരമില്ലാതെ തിരക്കായി ഇപ്പോൾ കേട്ടോ. അപ്പോൾ വണ്ടിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ കട്ടപ്പനയിലുള്ളൊരു കിടിലം വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോകണം കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല, സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അതാണ് സംഭവം. നമുക്കത് വിട്ടാലോ? ഓ, സ്റ്റാൻഡ്. എനിക്ക് ആ സ്ഥലത്തിൻ്റെ പേര് കിട്ടി കേട്ടോ. മേട്ടുക്കുഴി വ്യൂ പോയിന്റ്. തിരക്കേ ഇല്ല, വലിയ തിരക്കില്ല. ചില റോഡെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും വണ്ടി തിരക്കും ബഹളങ്ങളൊക്കെ ആയിരിക്കത്തില്ലേ. ഈ റോഡ് അങ്ങനെ തിരക്കെന്ന് പറയുന്ന സംഭവമേ ഇല്ല. എപ്പോൾ വന്നാലും, നമ്മൾ രാവിലെ വന്നാലും ഉച്ചയ്ക്ക് വന്നാലും വൈകുന്നേരം വന്നാലും ഈ ഒരു തിരക്കേ ഉള്ളൂ ഇവിടെ. സൂപ്പർ ക്ലൈമറ്റ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റാണ്, അടിപൊളി ക്ലൈമറ്റ്. നമ്മൾ ഈ മൂന്നാർ ഗ്യാപ്പ് റോഡൊക്കെ പോകുന്ന അതേ ഫീലാണ് കേട്ടോ. മേട്ടുക്കുഴി, ഇതാണ് മേട്ടുക്കുഴി കേട്ടോ. ഈ വഴിയാണ് നമുക്ക് കയറി പോകേണ്ടത് കേട്ടോ. മേട്ടുക്കുഴിന്ന് ലെഫ്റ്റ് വന്നിട്ട് വീണ്ടും ലെഫ്റ്റ്. അയ്യോ, ഇങ്ങനത്തെ വഴിയാണ് നമ്മൾ വിടുമല്ലോ പ്ലീസ്. ഇവിടെ നിന്ന് മനുഷ്യന്മാർ ആരും താമസമുള്ള സ്ഥലമൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവിടെ വരെ ഉള്ള വഴി ഗേസ്. ഇവിടെ വന്നപ്പോൾ വഴി തീർന്നു പോയി. ഇനി എങ്ങോട്ടാണ് പോകണ്ടേ? ഇതിലെ കൂടി ഒരു വഴി അങ്ങോട്ട് കിടപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഞാനൊന്ന് നടന്ന് നോക്കിയിട്ട് കേട്ടെ വണ്ടി പോകുമെന്നുള്ളത് അറിയത്തില്ല. ബൈക്കൊക്കെ പോകുന്ന കേട്ടോ. ടയറിൻ്റെ പാടെ കിടപ്പുണ്ട്. നോക്കട്ടെ. ടാസ്ക് ആണ്, ഇറങ്ങിക്കൊണ്ട് പോയാൽ. അയ്യോ ഇത് കിടിലം വ്യൂ ആ കേട്ടോ. നമുക്കായാലും വണ്ടി പോയി എടുത്തുകൊണ്ട് വരാവേ. ഈ പാറ കേട്ടോ. ഈ പാറയിലാണ് ആ വണ്ടി കൊണ്ട് വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ ഓരോരുത്തർ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞ് ഇവിടം വരെ വന്നത് തന്നെ ആ വണ്ടിയായിട്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ഓടിച്ചെന്ന് 2 ഫോട്ടോ എടുക്കാം. നമ്മളെ വണ്ടി ഇരിക്കുന്നുണ്ടോ? ഏറ്റവും പോലെ പൊളി. എന്തായാലും പൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാനാണ്ട് മൊബൈലിനകത്ത് 2-3 വീഡിയോയും ഫോട്ടോസും എടുക്കട്ടെ. അതാണ് മെയിൻ ഉദ്ദേശം. ഇവിടെ വന്നതിൻ്റെ മെയിൻ കാരണം തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുക എന്നുള്ളതാണ് മെയിൻ കാരണം. വണ്ടി അവിടെ വെച്ചിട്ട് അതാണ് മെയിൻ സംഭവം കേട്ടോ. കട്ടപ്പന ഫുള്ള് കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ കാണാം.